നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയ ബെഡാണ്. പുതിയ ബെഡിലൊക്കെ നമുക്ക് എല്ലാത്തിലും ഉണ്ടാകാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താഴെ എല്ലാത്തിലും മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയുള്ള സമയമുണ്ട്. ഇപ്പം 3 പ്രാവശ്യം നമ്മൾ നനച്ച് കൊടുക്കുന്നുള്ളൂ. ഇന്നലെയൊക്കെ നമുക്കിതിൽ നിന്ന് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഫുള്ള് മൈസീലായിട്ടുണ്ട്. ഇതുമൊക്കെ മുട്ട് വന്നേക്കുന്നതാണ്. ഇത് ചെറിയൊരു മഞ്ഞ കളറുണ്ട്, എന്നാലും അത് കുഴപ്പമില്ല. ഇനി ഈ ബെഡ് മാത്രം ഇങ്ങനെ കറുത്താണ്. ഒരു 5 ബെഡുണ്ട്, അത് മാത്രം ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പഴയ ബെഡിലൊക്കെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. കണ്ടോ, മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. അല്ലേ നമുക്ക് ചൂട് സമയമാണെങ്കിൽ ഇത് നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം പുറത്തേക്ക് വരത്തില്ല, ഉണങ്ങി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. കണ്ടോ, ഇതിലുമൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഇന്നലെ എടുക്കേണ്ടിയായിരുന്നു. ഇത് ഞാൻ ഇങ്ങോട്ട് ആ വശത്തോട്ട് നിന്നുകൊണ്ട് കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഈ ചെറുതായിട്ട് ഇങ്ങനെ ഇതുള്ളതൊക്കെ നമ്മളങ്ങ് എടുക്കും, അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേനും ഇത് ഉണങ്ങിപ്പോകും. ഇതൊക്കെ ഇന്നലെ എടുക്കേണ്ടിയായിരുന്നു. ഇതൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോയി. അപ്പോൾ കടയിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമുക്ക് സെയിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റിക്കർ ഉടനെ തന്നെ റെഡിയാക്കും. എന്നിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കടകളിലേക്കൊക്കെ കൊടുക്കാനായിട്ടാണ്. ഇപ്പം നമ്മൾ ചെറിയൊരു കടയിലാണ് കൊടുക്കുന്നത്. അപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നമ്പർ വേണം. അപ്പോൾ രജിസ്റ്റർ ചെയ്ത നമ്പർ വേണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ പുറത്തോട്ടുള്ള കടകളിലൊക്കെ കൊടുക്കാത്തത്. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഈ ബെഡ് മാത്രമേ ഉള്ളൂ നമുക്ക് 5 എണ്ണം കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഇതുണ്ട്. മൈസീലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. വലിയ കുഴപ്പമൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് നമുക്ക് അധികം നനച്ചു കൊടുക്കണ്ട. എന്നാലും നമ്മൾ ഫാൻ ആൻഡ് പാഡ് നമ്മൾ ചെറിയ ഉണ്ടാക്കിയത് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ തന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഒരു 10-11 ആകുമ്പോഴത്തേക്കിന് ഓണാക്കും. ഇത് നമ്മുടെ പുതിയ റൂമിൽ മുകളിൽ കണ്ടോ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഈ മുള കൊടുത്തേക്കുന്ന അതിലാണ് നമ്മൾ ഉറി ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഉറിയുടെ ഇതെല്ലാം റെഡി ആക്കിയിട്ട് വേണം. അപ്പോൾ നമ്മളിനി അടുത്ത നമ്മുടെ സ്റ്റിക്കറും കൂടെ റെഡി ആക്കിയിട്ട് ഇതെല്ലാം മാറ്റി ഇവിടെ എല്ലാം ഫുമിഗേഷനൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ, ഒരു 200 ഗ്രാമേ നല്ലതുള്ളൂ. ബാക്കി ഇന്നലത്തെ ബാലൻസ് വന്നാണ്. അത് നമുക്ക് കടയിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.